യുദ്ധം അവസാനിച്ചെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് മാർച്ച് ഓഫ് ഹോളി ആയിരുന്നു. അതായത് ഹോളി മാർച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ ആ മാർച്ച് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ട്രംപിന്റെ ഡിസിഷനെ പറ്റി 4:15 മണിക്കിന്ന് നേരത്തെ എഴുന്നേറ്റ് കണ്ടു. അപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു 10-point പ്ലാൻ അയച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ നിശ്ചയം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 10-point പ്ലാനിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നിൽക്കുവാണെങ്കിൽ ഇറാനും ആക്രമണങ്ങൾ നിർത്തും. അതൊന്ന്. രണ്ടാമത്, ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ പറ്റി ഇറാൻ പറയുന്നത് അത് പീസ്ഫുൾ പാസേജ് കൊടുക്കും. പക്ഷേ അവരുടെ മിലിറ്ററി അത് കോർഡിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇറാനും ഒമാനും കൂടി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവര് $2 മില്യൺ ഓരോ ഷിപ്പിൽ നിന്നും എടുക്കുന്നു. അത് റീകൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ട്രംപിന് മനസ്സിലായി ഈ പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന് ഇറാനെ ആക്രമിച്ച് സിവിലൈസേഷന് ഒന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നെ ഇറാൻ വേറൊരു കാര്യം കൂടി ചെയ്തു. ഇറാൻ ഒരുപാട് ഇറാനിയൻസ് ഈ ബ്രിഡ്ജസും പവർ പ്ലാന്റ്സും ഉള്ള സ്ഥലത്തൊക്കെ അവരവിടെ കൂടി അവരുടെ പതാക ഉയർത്തി നിന്നു. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ബോംബ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളും മരിക്കാൻ തയ്യാറാണ്. പ്രസിഡന്റ് പെഷസ്കിയാൻ പറഞ്ഞു 14 മില്യൺ 140 ലക്ഷം ഇറാനിയൻസ് മരിക്കാൻ തയ്യാറാണെന്ന്. അപ്പോ പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ, പ്രസിഡന്റ് ട്രംപിനെ ആരും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തു. നെതന്യാഹു മാത്രം ട്രംപിനോട് പറഞ്ഞു യാതൊരു തരത്തിലുള്ള വെടിനിർത്തലും പാടില്ല എന്ന്. പക്ഷെ ട്രംപിന് വേറെ യാതൊരു ഉപാധി ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, എന്റെ അഭിപ്രായത്തിൽ സർവശക്തൻ ട്രംപിന് സാനിറ്റി റെസ്റ്റോർ ചെയ്തു. അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഈ ശരിയായ തീരുമാനമെടുത്ത് നമ്മൾ ട്രംപിനോടും നമ്മുടെ കൃതജ്ഞത കാണിക്കേണ്ടതാണ്, ഇറാനോട് കാണിക്കേണ്ടതാണ്. ഇതിൽ പാകിസ്ഥാൻ ഒരു വലിയ പങ്ക് നടത്തിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും ഫീൽഡ് മാർഷൽ മുനീറും ഇന്നലെ രാത്രി വൈസ് പ്രസിഡന്റ് വാൻസും സ്റ്റീവ് വിക്കോഫുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് മറ്റന്നാളല്ല, 12-ാം തീയതി വെള്ളിയാഴ്ച, ഇന്ന് ബുധനാഴ്ചയല്ലേ, മറ്റന്നാൾ തന്നെ വെള്ളിയാഴ്ച ഇസ്ലാമാബാദില് അമേരിക്കയുടെ ഒരു ഡെലിഗേഷൻ ഉണ്ടാകും, ഇറാന്റെ ഒരു ഡെലിഗേഷൻ ഉണ്ടാകും. അവരിൽ നിന്നും സംഭാഷണം തുടങ്ങും. അപ്പോ ഇത് ഇപ്പൊ അവസാനിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ട്രംപിനെ പറ്റി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറില്ല. കാരണം അദ്ദേഹം വളരെ അൺപ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണ്. കാരണം നമുക്ക് $270 മില്യൺ ഒരു ദിവസം കൂടുതൽ നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. $270 മില്യൺ ഒരു ദിവസം. അപ്പോൾ ഇത് നമ്മൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ട്രംപിന് നല്ല ബുദ്ധി കൊടുക്കാനും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു യുക്തിപരമായിട്ടുള്ള ഒരു മാറ്റം വേണം. അല്ല, കുറച്ചൊക്കെ ഇതിൽ വിജയത്തിൽ അവർക്ക് ആഹ്ലാദിക്കാം. പക്ഷേ ട്രംപിനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.